ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ദേശീയ സുരക്ഷയ്ക്ക് വരെ ഭീഷണിയായേക്കാവുന്ന നിർമ്മിത ബുദ്ധി ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ. സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ സമൂഹത്തിനാകെ ലഭിക്കുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് വാക്സിൻ നയം നടപ്പാക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി വീണ ജോർജ്. രാജ്യത്തുടനീളമുള്ള പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്തും പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് എസ്എസ്എൽസി പരീക്ഷയ്ക്ക് നാളെ തുടക്കമാകും. റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നത് 4,27,105 വിദ്യാർത്ഥികൾ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ഡൽഹി ചാണക്യപുരിയിലെ സുഷമ സ്വരാജ് ഭവനിലാണ് യോഗം. മോദി സർക്കാരിന്റെ രണ്ടാം ഭരണകാലയളവിലെ അവസാനത്തെ മന്ത്രിസഭാ യോഗമായിരിക്കും ഇതെന്ന് അനുമാനിക്കപ്പെടുന്നു. നിർമ്മിത ബുദ്ധി ഡീപ് ഫേക്കുകൾ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായേക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സൈബർ ഡൊമെയ്നിൽ നിന്നുള്ള ഇത്തരം ഭീഷണികൾക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. അതിർത്തി സംരക്ഷണവും തീവ്രവാദ ഭീഷണി നേരിടുന്നതിലും മാത്രം ഒതുങ്ങുന്നതല്ല ദേശീയ സുരക്ഷ. സൈബർ മേഖലയിലെ വിദേശ ഇടപെടൽ ശ്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശ്രീ ജയശങ്കർ ചൂണ്ടിക്കാട്ടി. നവീകരിച്ച സിഎംഒ വെബ് പോർട്ടലിന്റെയും പുതിയ സോഫ്റ്റ്വെയറിന്റെയും ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സംവിധാനമാണ് സിഎംഒ പോർട്ടൽ. ധനസഹായത്തിനായുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇ ഹെൽത്ത് ആപ്ലിക്കേഷനിലൂടെ ഇവിടെ ലഭ്യമാകും. ആരോഗ്യമന്ത്രി വീണ ജോർജും ചടങ്ങിൽ പങ്കെടുക്കും. സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ സമൂഹത്തിനാകെ ലഭിക്കുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എറണാകുളത്ത് നവകേരള സദസ്സിന്റെ തുടർച്ചയായി നടത്തുന്ന മുഖാമുഖം സംവാദ പരിപാടിയുടെ സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹമായി കേരളത്തെ പരിവർത്തിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. അതിനായി ലോകത്തിന്റെ ഏതു ഭാഗത്തുണ്ടാകുന്ന അറിവും സ്വാംശീകരിക്കാനും അവയെ ഉൽപാദനോന്മുഖമായി പരിവർത്തിപ്പിക്കാനും നമുക്ക് കഴിയണം. അതോടൊപ്പം ഗവേഷണത്തിലൂടെയും മറ്റും ഉയർന്നു വരുന്ന പുതിയ അറിവുകൾ, ആ അറിവുകളെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിക്കാനും കഴിയേണ്ടതുണ്ട്. സ്മാർട്ട് വില്ലേജ് സേവനങ്ങളെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെടുത്തി കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ മാസം 18-നാണ് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുമായുള്ള സംവാദത്തിന് മുഖാമുഖം പരിപാടി തുടങ്ങിയത്. സംസ്ഥാനത്ത് വാക്സിൻ നയം നടപ്പിലാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായി മന്ത്രി വീണ ജോർജ്. കേരളം പോലെയുള്ള സംസ്ഥാനത്ത് രോഗനിർമ്മാർജ്ജനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നും രോഗാതുരത കുറഞ്ഞ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ട ചെന്നീർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാക്സിനേഷനെതിരെ ചിലയിടങ്ങളിൽ പ്രചരണങ്ങൾ നടക്കുന്നത് ആരോഗ്യമേഖലയിലെ മുന്നേറ്റത്തെ തടയുന്നതാണ്. ദേശീയ വാക്സിനേഷൻ നയത്തിന്റെ ഭാഗമായുള്ള വാക്സിനുകൾ സമയത്തിനെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയുടെ സുശക്തമായ സൂചകങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത് ആരോഗ്യ പ്രവർത്തകരുടെ കരുത്തുറ്റ പ്രവർത്തനങ്ങളുടെ ഫലമായാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. രാജ്യത്തെ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ യജ്ഞത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾ സംസ്ഥാനത്തും പുരോഗമിക്കുന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 5 വയസ്സുവരെയുള്ള 23,28,258 കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി വൈകിട്ട് 5 വരെയാണ് പരിപാടി. ഇന്നലെ വരെ പ്രതിരോധ കുത്തിവയ്പ്പിനോടൊപ്പം പോളിയോ തുള്ളിമരുന്ന് കിട്ടിയിട്ടുള്ളവർക്കും നവജാത ശിശുക്കൾക്കും പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നൽകാൻ സാധിക്കും. റേഷൻ കാർഡ് മസ്റ്ററിംഗിന് കേന്ദ്രം കൂടുതൽ സമയം അനുവദിക്കണമെന്ന് മന്ത്രി ജി ആർ അനിൽ. സംസ്ഥാന സർക്കാർ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിൽ പേരുൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളുടെയും മസ്റ്ററിംഗ് മാർച്ച് 31-നകം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. എല്ലാ റേഷൻ കാർഡ് അംഗങ്ങളും റേഷൻ കടകളിൽ നേരിട്ടെത്തി നിശ്ചിത സമയത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. ജനങ്ങൾ മസ്റ്ററിംഗുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. ഈ വർഷത്തെ എസ്എസ്എൽസി പരീക്ഷയ്ക്ക് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെയാണ് പരീക്ഷ. സംസ്ഥാനത്തെ 2955 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,105 വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നത്. ഇവരിൽ 2,09,580 പേർ പെൺകുട്ടികളാണ്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ 20 വരെ 2 ഘട്ടങ്ങളിലായി നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ലോക വന്യജീവി ദിനത്തിൽ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയെ ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്യജീവി സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏവർക്കുമുള്ള പിന്തുണയും സമൂഹമാധ്യമത്തിൽ കുറിച്ച ആശംസാ സന്ദേശത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു. തെരഞ്ഞെടുപ്പുകളിൽ ഇനി മുതൽ 85 വയസ്സ് കഴിഞ്ഞവർക്കും സർവീസ് വോട്ടർമാർക്കുമായിരിക്കും പോസ്റ്റൽ സൌകര്യം ലഭ്യമാക്കുകയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. നേരത്തെ ഇത് 80 വയസ്സായിരുന്നു. ഈ സൌകര്യം വേണ്ടവർ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് 5 ദിവസത്തിനകം മണ്ഡലത്തിലെ വരണാധികാരിക്ക് നിശ്ചിത ഫോമിൽ അപേക്ഷ നൽകണം. ബൂത്ത് ലെവൽ ഓഫീസർമാരിൽ നിന്ന് ഫോം ലഭ്യമാകും. വിലപ്പെട്ട നമ്മുടെ വോട്ടവകാശം പാഴാക്കാതെ തന്നെ കൃത്യമായി വിനിയോഗിക്കണമെന്ന് പത്മശ്രീ പുരസ്കാര ജേതാവും കർഷകനുമായ ശ്രീ ചെറുവയൽ രാമൻ പറഞ്ഞു. 18ാം ലോകസഭ തെരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഇനിയുള്ളൂ. തീർച്ചയായും നമുക്ക് നമ്മുടെ വോട്ടവകാശം അത് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൃത്യമായ അവകാശം, മൌലികമായ അവകാശം ഒരിക്കലും പാഴാക്കരുത്. അതിന് എല്ലാവർക്കും, പ്രായമുള്ളവർക്ക് മുൻഗണനയുണ്ട്, ഗർഭിണികൾക്ക് മുൻഗണനയുണ്ട്, അങ്ങനെ രോഗികൾക്ക് മുൻഗണനയുണ്ട്. ഇതൊക്കെ നമുക്ക് അവിടെ സൗകര്യം ചെയ്യും. പണ്ടത്തെ പോലെയല്ല, ഇത് നടക്കാൻ പറ്റിയില്ലെങ്കിൽ വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചൊക്കെ പോകാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും എല്ലാവരും പോയി കൃത്യമായി നിങ്ങളുടെ അവകാശം വിനിയോഗിക്കണം. പോളിംഗ് ബൂത്തിലേക്ക് എല്ലാവരും എത്തണം. ഞാനും എത്തും. കേരള ആരോഗ്യ സർവകലാശാലയുടെ ഓഫ് ക്യാമ്പസ് സെന്ററായ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലാണ് കെട്ടിടം. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ഡീൻ ഡോക്ടർ നാരായണൻ പറഞ്ഞു. മർദ്ദനം നടന്ന വിവരം വിദ്യാർത്ഥികൾ മറച്ചുവെച്ചു. ഫെബ്രുവരി 21-ന് ആന്റി റാഗിംഗ് സെൽ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് താൻ റാഗിംഗ് നടന്ന വിവരം അറിയുന്നത്. ഏതന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ നിന്ന് കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തുന്നതിനുള്ള വനം വകുപ്പിന്റെ നടപടികൾ തുടരുന്നു. 10ഓളം ആനകൾ ജനവാസ മേഖലയിലുണ്ടെന്നാണ് കണക്ക്. വനം വകുപ്പിലെയും ആറളം ഫാം സെക്യൂരിറ്റി ഗ്രൂപ്പിലെയും 15 അംഗങ്ങളടങ്ങുന്ന സംഘം 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ശ്രമം നടത്തുന്നത്. കേരള വനിതാ കമ്മീഷന്റെ ഈ വർഷത്തെ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വിജിൻ സാമുവൽ, വി ജെ വർഗീസ്, ജെയിൻ എസ് രാജു, പ്രിയ ഇളവള്ളി മഠം എന്നീ മാധ്യമ പ്രവർത്തകർക്കാണ് പുരസ്കാരം. വീഡിയോഗ്രഫി വിഭാഗത്തിൽ ബൈജു സിഎസും ഫോട്ടോഗ്രഫിയിൽ ഗിബി സാം വിപിയും പുരസ്കാരങ്ങൾക്ക് അർഹരായി. NABH എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ 150 ആയുഷ് ഹെൽത്ത് ആന്റ് വെൽനസ് സെന്ററുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ആരോഗ്യമന്ത്രി വീണ ജോർജ് മറ്റന്നാൾ നിർവഹിക്കും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ MLA VK പ്രശാന്ത് അധ്യക്ഷത വഹിക്കും. കുട്ടികളുടെ സാമൂഹ്യവത്കരണ പ്രക്രിയയുടെ ആദ്യഘട്ടമാണ് അങ്കണവാടികളെന്ന് മന്ത്രി ആർ ബിന്ദു. ഇരിങ്ങാലക്കുടയിൽ അങ്കണവാടി, PHC മഹിളാ സമാജം, സാക്ഷരതാ മിഷൻ ഓഫീസ് എന്നിവ ഉൾപ്പെടുന്ന കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായി അങ്കണവാടികൾ മാറണമെന്നും കുഞ്ഞുങ്ങൾക്കായി അവിടെ വാത്സല്യഭരിതമായ അന്തരീക്ഷം ഒരുക്കണമെന്നും മന്ത്രി പറഞ്ഞു. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക മേളയും പ്രദർശനവും നാളെ നടക്കും. പ്രദർശനം MLA GS ജയലാൽ ഉദ്ഘാടനം ചെയ്യും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30-ന് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. വിദർഭ മധ്യപ്രദേശിനെയും തമിഴ്നാട് മുംബൈയെയും നേരിടുന്നു. ഒന്നാം ഇന്നിംഗ്സ് ആരംഭിച്ച മധ്യപ്രദേശ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് എടുത്തിട്ടുണ്ട്. രണ്ടാം സെമിയിൽ തമിഴ്നാടിനെതിരെ മുംബൈക്ക് ബാറ്റിംഗ് തകർച്ച. 125 റൺസ് എടുക്കുന്നതിനിടെ മുംബൈക്ക് 7 വിക്കറ്റ് നഷ്ടമായി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ദേശീയ സുരക്ഷയ്ക്ക് വരെ ഭീഷണിയായേക്കാവുന്ന നിർമ്മിത ബുദ്ധി ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ. സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ സമൂഹത്തിനാകെ ലഭിക്കുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് വാക്സിൻ നയം നടപ്പാക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി വീണ ജോർജ്. രാജ്യത്തുടനീളമുള്ള പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്തും പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് നാളെ തുടക്കമാകും. റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നത് 4,27,105 വിദ്യാർത്ഥികൾ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്. ആകാശവാണി